ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ആഘോഷിച്ച ഓണത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്കെന്തായിരുന്നു ഓണം? പ്രഹ്ലാദ തിരുമനസിന്റെ മകനായ മഹാബലി തമ്പുരാൻ. നമ്മൾ കേൾക്കുന്ന കെട്ടുകഥകൾക്കും അപ്പുറം ഈ സമൂഹത്തെ തുല്യതയിലേക്ക് നയിച്ച മഹാരഥൻ. സംഘം ലിറ്ററേച്ചറിൽ സൂചിപ്പിക്കുന്ന മഹാരാജാവാണ് മഹാബലി. എനിക്ക് ഈ വർഷത്തെ ഓണം ആറന്മുള അമ്പലവും പരിസരവും ചുറ്റിപ്പറ്റി നിറഞ്ഞാടി നിന്ന ഒരു ഓണമായിരുന്നു. കോഴഞ്ചേരിയിൽ ജോലിക്ക് പ്രവേശിക്കുന്ന കാലം തൊട്ട് പറ്റുമ്പോഴെല്ലാം ഞാൻ ഓണസദ്യക്ക് പോകുമായിരുന്നു. ആറന്മുളയിലെ വിശേഷപ്പെട്ട വള്ളസദ്യ. കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് എന്നെ ക്ഷണിക്കുകയുണ്ടായി. അവിടെ ഒരു നൃത്താവതരണം. അതെനിക്ക് ഏറ്റവും ലഭിച്ച ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നൃത്തം ഒരു കച്ചേരി രീതിയിൽ അവതരിപ്പിക്കണമെന്ന് വല്ലാത്ത മോഹമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾക്കൊരു ക്ഷണം ഉണ്ടായപ്പോൾ ആ ക്ഷേത്രത്തിൽ തിരുവോണത്തോണി പുറപ്പെടുന്ന ദിനത്തിൽ ഒരു പരിപാടി അവിടെ അവതരിപ്പിക്കാൻ പറ്റിയത് ജീവിതത്തിലെ സ്വപ്ന സാഫല്യം പോലെ ഞാൻ കരുതുകയാണ്. അതിൽ തിരുവോണം കുടുംബത്തിനോടൊപ്പം തകൃതിയായി സന്തോഷകരമായി എല്ലാവരുടെയും ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കുവാനും പാചകം ചെയ്യുവാനും സാധിച്ചു. പത്തനംതിട്ടക്കാർക്ക് ഓണം തീരുന്നത് ഉത്രട്ടാതി വള്ളംകളിയോടുകൂടിയാണ്. ലോകപ്രശസ്തമായ ആറന്മുള വള്ളംകളി. എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ആറന്മുള വള്ളംകളി കൂടി. തൃശൂർ പൂരം പോലെ തന്നെ ലോകപ്രശസ്തമാണ് ആറന്മുള വള്ളംകളി. ആറന്മുളയിൽ ജലോത്സവത്തിന് എഴുന്നള്ളുന്ന വള്ളങ്ങളെ പള്ളിയോടങ്ങൾ എന്നാണ് സംബോധന ചെയ്യുന്നത്. വള്ളസദ്യയിൽ ഓരോ തവണയും പള്ളിയോടങ്ങൾക്ക് നൽകുമ്പോഴും ശ്രീകൃഷ്ണ ഭഗവാനെ എഴുന്നള്ളിച്ച് സദ്യ നൽകുന്ന പോലെയാണ് ഇവിടുത്തെ സങ്കല്പം. ഓരോ വള്ളപ്പാട്ടിലൂടെ ഓരോ വിഭവങ്ങൾ ചോദിച്ച് കുസൃതിയായി വാശി പിടിച്ച് ഭഗവാൻ സദ്യ ഉണ്ണുന്നത് പോലെയാണ് പള്ളിയോടങ്ങളിലെ വള്ളപ്പാട്ടും കേട്ട് സദ്യ ഉണ്ണുമ്പോൾ. അങ്ങനെ മാസങ്ങളോളം നീളുന്ന വള്ളസദ്യ ഉണ്ടും അതിന്റെ അവസാന ദിനത്തില് ജലോത്സവം എന്നോളം പള്ളിയോടങ്ങൾ അണിനിരന്ന് 52 പള്ളിയോടങ്ങൾ അണിനിരന്ന് മത്സരിച്ച് മറ്റു ജലോത്സവത്തിനെ അപേക്ഷിച്ച് ഇതൊരു ആചാര അനുഷ്ഠാനമാണ്. ഭഗവാന്റെ എഴുന്നള്ളത്തും ഭഗവാന്റെ ഓണാഘോഷവും ഓണം കൂടലും ആറന്മുള അപ്പന്റെ തിരുവെഴുന്നള്ളത്തോടുകൂടിയാണ്. വിളിച്ചോതുന്ന ഉത്രട്ടാതി വള്ളംകളിയോടുകൂടിയാണ് പത്തനംതിട്ടക്കാർക്ക് ഓണം അവസാനിക്കുന്നത്. അങ്ങനെ ഒരു അനുഗ്രഹപ്രദമായ ഓണാഘോഷം കൂടാൻ സാധിച്ചതിൽ അതീവ സന്തോഷത്തോടെ നന്ദി, നമസ്കാരം. ഇനിയും വീണ്ടും ഒരു ഓണം കാത്തിരുന്നുകൊണ്ട്